പാമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അപകടം നിറഞ്ഞ വിഭാഗമാണ് കോബ്രകൾ. 4 സ്പീഷീസുകളിലായി 270-ലധികം വരുന്ന രാജവമ്പാലകളാണ് ഇന്ന് ലോകത്തുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും അപകടകാരികളായ കുറച്ച് കോബ്രകളെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ബ്ലാക്ക് കോബ്ര, ഫോറസ്റ്റ് കോബ്ര എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നു. എലാപ്പിഡ എന്ന കുടുംബത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പാണിത്. പ്രധാനമായും ആഫ്രിക്കൻ കാടുകളിലാണ് ഇവയെ കൂടുതലും കാണപ്പെടുന്നത്. 6 അടി മുതൽ 10 അടി നീളത്തിൽ വരെ ഇവക്ക് വളരാൻ സാധിക്കും. ഇവയുടെ ഒരു കടിയേറ്റാൽ 1100 മില്ലിഗ്രാം വിഷമാണ് ഒറ്റയടിക്ക് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിലൂടെ ശ്വാസകോശത്തെ പോലും തകർക്കാൻ സാധിക്കും. റെഡ് സ്പിറ്റിംഗ് കോബ്ര, പേര് പോലെ തന്നെ ആളൊരു ചുവന്ന തുപ്പുന്ന മൂർഖൻ പാമ്പാണ്. കിഴക്കൻ ആഫ്രിക്കൻ വനങ്ങളിലാണ് പൊതുവെ ഇവയെ കാണപ്പെടുന്നത്. വിഷം പുറത്തേക്ക് സ്പിറ്റിംഗ് തുപ്പിയാണ് ഇവ ഇരകളെ കൊല്ലാറുള്ളത്. ഇവയുടെ വിഷം മനുഷ്യനേറ്റു കഴിഞ്ഞാൽ 90% മരണം ഉറപ്പാണ്. എല്ലാ കോബ്ര പാമ്പുകളെയും പോലെ ഇവയുടെ വിഷത്തിലും ന്യൂറോടോക്സിനുകളും സൈറ്റോടോക്സിനുകളും അടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ കോബ്ര, കണ്ണടയുള്ള മൂർഖൻ, ഏഷ്യൻ മൂർഖൻ എന്നീ പേരുകളിലെല്ലാം ഇവയെ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ട കേസുകളിൽ ഭൂരിഭാഗവും ഈ പാമ്പ് കാരണമാണ്. ഇന്ത്യ കൂടാതെ ശ്രീലങ്കയിലും ചൈനയുടെ ചില ഭാഗങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. 30 വർഷം വരെ ജീവിക്കാൻ കഴിയുന്ന ഏക കോബ്ര ഇനമാണ് ഇക്കൂട്ടർ. 1.5 മീറ്റർ മുതൽ 5 മീറ്റർ വരെ നീളത്തിൽ വളരാൻ കഴിയുന്ന ഇവയുടെ വിഷം ഏറ്റുകഴിഞ്ഞാൽ കൃത്യമായി ചികിത്സ തേടിയില്ലെങ്കിൽ മരണം വരെ സംഭവിച്ചേക്കാം. വൈറ്റ് കോബ്ര, മറ്റു മൂർഖൻ പാമ്പുകളിൽ നിന്ന് ജനിതക മാറ്റം സംഭവിച്ചാണ് ഇവ പൊതുവെ വെളുത്ത നിറത്തിൽ കാണുന്നത്. ആൽബിനോ കോബ്ര എന്ന പേരിലും ഇവ പൊതുവെ അറിയപ്പെടുന്നു. വളരെ അപൂർവമായി കാണപ്പെടുന്നതും എന്നാൽ വിഷത്തിന്റെ കാര്യത്തിൽ മറ്റു കോബ്രകളെ അപേക്ഷിച്ച് ഇവയുടെ വിഷം വളരെ അപകടം നിറഞ്ഞതാണ്. ഇനി അത് കൂടാതെ ഇവയുടെ വിഷത്തിൽ മറ്റു കോബ്രകളെ അപേക്ഷിച്ച് ന്യൂറോടോക്സിക് മാത്രമാണുള്ളത്. അതായത് ഇവയുടെ ഒരു കടി ഏറ്റുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടിയില്ലെങ്കിൽ വിഷം വളരെ വേഗത്തിൽ തന്നെ രക്തത്തിൽ കലർന്നത് ശ്വാസകോശത്തെയും തലച്ചോറിനെയും ബാധിക്കും. കേപ്പ് കോബ്ര, തെക്കൻ ആഫ്രിക്കൻ കാടുകളിലാണ് ഇവയെ അധികവും കണ്ടുവരുന്നത്. ഗോൾഡൻ നിറത്തിലുള്ള ഈ പാമ്പ് ആഫ്രിക്കൻ വനത്തിലെ ഏറ്റവും വിഷമേറിയ പാമ്പുകളിൽ ഒന്നാണ്. പക്ഷികൾ, കുരങ്ങുകൾ, അണ്ണാന്മാർ, എലികൾ ഇതൊക്കെയാണ് കേപ്പ് കോബ്രയുടെ ഇഷ്ടഭക്ഷണങ്ങൾ. ആഫ്രിക്കയിലെ ഏറ്റവും അപകടം പിടിച്ച മൂർഖൻ പാമ്പുകളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. ഈ പാമ്പിന്റെ വിഷത്തിൽ കട്ടിയുള്ള കാർഡിയോടോക്സിനുകൾ അടങ്ങിയതാണ്. ഇതിനാൽ തന്നെ ഇതിന്റെ ഒരു കടി ഏറ്റുകഴിഞ്ഞാൽ ശ്വസന വ്യവസ്ഥ, നാഡീവ്യൂഹം, ഹൃദയം എന്നീ ശരീരഭാഗങ്ങളിലേക്കാണ് ഇതിന്റെ വിഷം വളരെ വേഗത്തിൽ തന്നെ ബാധിക്കുന്നത്. മൊസാംബിക് സ്പിറ്റിംഗ് കോബ്ര, മുമ്പ് പറഞ്ഞ റെഡ് സ്പിറ്റിംഗ് കോബ്രയേക്കാൾ 10 ഇരട്ടി ദൂരത്തിൽ കൃത്യമായി വിഷം ചീറ്റാൻ കഴിവുള്ളവരാണ് ഇക്കൂട്ടർ. ഇവയുടെ ഒരു കടിയേറ്റാൽ ആ ഭാഗം മിനിറ്റുകൾക്കുള്ളിൽ അഴുകി തുടങ്ങും. സാധാരണ ഇവ മനുഷ്യനെ ആക്രമിക്കുന്നത് പൊതുവെ കുറവാണ്. ആഫ്രിക്കയിലെ ടാൻസാനിയൻ കാടുകളിലാണ് ഇവയെ അധികവും കണ്ടുവരുന്നത്. ഇന്ന് ലോകത്തുള്ളത് പ്രധാനമായും 4ഓളം വരുന്ന സ്പീഷീസ് കോബ്രകളാണ്. ആവാസ സ്ഥലം, ജനിതക മാറ്റങ്ങൾ, ഇവയുടെ നിറങ്ങൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഗവേഷകർ ഇതുപോലെ കോബ്രകളെ 4ആയി തിരിച്ചിട്ടുള്ളത്. നോർത്തേൺ കിങ് കോബ്ര, സുന്ദ കിങ് കോബ്ര, വെസ്റ്റേൺ ഗോട്ട് കിങ് കോബ്ര, ലൂസോൺ കിങ് കോബ്ര എന്നീ ഇനങ്ങളാണത്. ശരാശരി ഒരു കോബ്രയുടെ ആയുസ് എന്ന് പറയുന്നത് 25 വർഷം മുതൽ 30 വർഷം വരെയാണ്. രാജവെമ്പാല യഥാർത്ഥത്തിൽ നെജ എന്ന കോബ്ര വർഗത്തിൽ പെട്ടതല്ല, മറിച്ച് ഒഫിയോഫഗാസ് എന്ന വിഭാഗത്തിലാണ് ഇവ അധികവും ഉൾപ്പെടുന്നത്. മറ്റു പാമ്പുകളെയും ഇവ ഭക്ഷണമാക്കുന്നു എന്ന കാരണത്താലാണ് ശാസ്ത്രലോകം ഇവയെ പൊതുവെ കിങ് കോബ്ര എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ ലോകത്തുള്ള മറ്റു ജീവികളെയും ഒക്കെ നമുക്കൊന്ന് നോക്കിയാലോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം. താങ്ക്